നമ്മുടെ ഏനാമോ പള്ളിയിലെ പള്ളിപ്പെരുന്നാളിന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. പോകുന്ന വഴി വീടായതുകൊണ്ട് കുട്ടി ചെലവ് തരാൻ മറന്നില്ല. വഴിയിലൊക്കെ ഫുൾ റഷാണ്. 5 മത്താപ്പ് ഒന്നിച്ച് കത്തിക്കാണ്. ഭാഗ്യം ഒന്നേ സക്സസ് ആയുള്ളൂ. പള്ളിമുറ്റം എത്തുന്നതിന് മുൻപ് തന്നെ മണങ്ങൾ വന്നു തുടങ്ങി. സഹിക്കാതെ വന്നപ്പോൾ പാനിപൂരി വാങ്ങിച്ചു. ഇതിലേക്ക് സ്വാഗതം ചെയ്യാനായി ആളില്ലാത്തതുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്ന മിന്നു. പള്ളിയുടെ തെക്കോട്ടും വടക്കോട്ടും ഞങ്ങൾ നോക്കിയിരുന്നു. അവസാനം അവിടെ തന്നെ നിൽക്കാമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സൈഡിലേക്ക് മാറി. ഒരു സൈഡിൽ കിളി പോയിരിക്കുന്ന കച്ചവടച്ചേടൻ, മറുഭാഗത്ത് തന്റേതല്ലാത്ത കാരണത്താൽ കിളി പോയിരിക്കുന്ന മിന്നുവും. അടാറ് ഇന്ധനമില്ലാത്ത വണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ആനയ്ക്ക് നീലക്കുയിലുണ്ടായ ഒരു തരം പക്ഷിനെ കൊടുത്തു. പിന്നെ പള്ളിമുറ്റം നിറയതുമായി താങ്ങാൻ പറ്റാത്ത വെയിറ്റുമായി തമ്പോലങ്ങൾ പള്ളിമുറ്റത്തേക്ക് എത്തി തുടങ്ങി. അപ്പോഴേക്കും എന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്റെ പ്രൊഡക്റ്റിനുമ്പ് നേരത്തെ തന്നെ ഇവരുടെ കണ്ടുകൊണ്ടുള്ള കഥകളിയും ചവിട്ട് നാടകമൊക്കെ പെരുന്നാൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാർ വാങ്ങാത്തോണ്ടാണ്. എന്റെ മുളക്ക് ഇതൊക്കെ ഞാൻ ആദ്യമേ വാങ്ങിച്ചു കൊടുത്തു. ഇടും പിടിന്ന് പറഞ്ഞ പോലെ അമ്പ് പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരൊക്കെ പൊളിക്കുകയാണ്. ഹായ് പഞ്ചവർണ്ണ നിറത്തിലുള്ള കുടകൾ. എന്നെ കൊണ്ടൊന്നും കാണാൻ വയ്യെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. കടലിളകി വരുന്ന പോലെ ശിങ്കാരി. ഞാൻ ഓടി, പക്ഷെ കാണാൻ ഒത്തില്ല. അതിന് നാണക്കേട് മാറ്റാൻ ഐസ്ക്രീം പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും എന്റെ അമ്മ വെടിക്കെട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, കുറച്ച് വിഷമിച്ചാലും നമ്മൾ അതിന്റെ ഡബിൾ ഹാപ്പി ആവുന്നു. അതിന്റെ സന്തോഷത്തിൽ ഒരു പാനിപൂരി സെറ്റും കൂടി വാങ്ങിച്ചു. എന്നിട്ടോ എന്റെ സ്കിൽസ് പുറത്തെടുക്കാൻ പാനിപൂരിയുടെ ഉള്ളിൽ നിന്ന് വെടിക്കെട്ട് വരുന്നത് പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പൊക്കിയത്. അപ്പോഴേക്കും പാനിപൂരി നനഞ്ഞ പടക്കം. ഈ ഒരു ഐഡിയ പറഞ്ഞത് തന്നെ അനിയത്തിയാണ്. അവളെ സ്മരിച്ചുകൊണ്ട് ഇനിയിപ്പോ ഈ പാനിപൂരി ഒടിച്ച് മടക്കി വായിൽ വെക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നിനും പറ്റും. ഇനിയിപ്പോ എന്താ നേരെ വീട്ടിലേക്ക്. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.